ഒരു മനുഷ്യ ശരീരത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നട്ടലാണ്. നമ്മളുടെ നട്ടലിന്റെ ബലം അല്ലെങ്കിൽ നട്ടലിന്റെ ആരോഗ്യം അനുസരിച്ചാണ് നമ്മളുടെ ബാക്കി ശരീരഭാഗങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ, നമ്മളുടെ ഉള്ളിലെ ഊർജം ശരീരത്തിൽ നിലനിൽക്കാൻ കാരണവും നട്ടല് തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ നമ്മൾക്ക് മടി വരികയോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരുന്നതോ, ഇതെല്ലാം നട്ടലിൽ ഉണ്ടാവുന്ന ക്ഷീണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ആ ഒരു നട്ടലിന് ഒരു അയവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. നമ്മുടെ ജീവൻ, അതായത് നമ്മുടെ ശരീരത്തിലെ ഊർജം നിലനിൽക്കാൻ പ്രധാന കാരണം തന്നെ നട്ടലാണ്. നട്ടലിൽ നിന്നാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ ദിക്കിലേക്കും ഊർജം കൊണ്ടുപോകുന്നത്. ഈ ഒരു നട്ടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആസനമുണ്ട്. ആ ആസനമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആസനത്തിന്റെ പേര് ചക്രാസനം. നമുക്കത് നോക്കാം. മാറ്റ് വിരിച്ച് അതിലേക്ക് നമ്മൾ ഇതേപോലെ മലർന്ന് കിടക്കണം. ഈ രണ്ട് കാൽമുട്ടും മടക്കി ഇതേപോലെ ശരീരത്തിന്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ചേർത്ത് വെക്കുക. ഓക്കെ, കൈകൾ ഇതേപോലെ നമ്മളുടെ തലയുടെ രണ്ട് വശങ്ങളിൽ തിരിച്ച് ഇതേപോലെ പ്ലേസ് ചെയ്യുക. പതുക്കെ കാലിന്റെ ബലത്തിലും കൈയുടെ ബലത്തിലും ശരീരത്തിന്റെ നട്ടലിനെ ഉയർത്തി കൊടുക്കണം. നമ്മുടെ ബട്ടക്സ് ഭാഗം, നമ്മുടെ നട്ടലിന്റെ ഭാഗം, ഇവ ഇത്രയും ഉയർത്തി കൊടുക്കണം. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് ചക്രാസനം. ഈ ചക്രാസനം സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നട്ടലിന്റെ ബലം കൂടും. ഓക്കെ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ക്ഷീണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മടിയോ അതുപോലെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ അലസത പോലെയുള്ള സംഭവങ്ങൾ, തമോ ഗുണം പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ഒരു ആസനത്തിൽ നിന്നുകൊണ്ട് നോർമൽ ബ്രീത്ത് ചെയ്താൽ മതി. നമ്മളുടെ ഓൺ ദ സ്പോട്ട് നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടും. ഈ ആസനം കഴിഞ്ഞ ഉടനെ നമ്മൾ ശവാസനത്തിൽ ഒരു 2-3 മിനിറ്റേയും കിടക്കണം. ഈ ഒരു ആസനത്തിന്റെ ആ ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശവാസനത്തിൽ 2-3 മിനിറ്റ് ഒന്ന് കിടന്ന് ശരീരത്തിന് മൊത്തം ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് രക്തം ഓടിയെത്തുന്നതും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ചക്രാസനം. വീട്ടിൽ യോഗ ചെയ്യുമ്പോൾ ഈ ഒരു ആസനങ്ങൾ ഇത് ഭയങ്കരമായിട്ട് നടുവേദന ഉള്ള ആളുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ചെയ്യാതിരിക്കുക. കഴിയുന്നത് ചെറിയ നടുവേദന ഉള്ള, എന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിയിലുള്ള ഈ യാത്ര ആയതുകൊണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു നടുവേദനയ്ക്ക് മാറാനായിട്ട് നല്ലൊരു ആസനമാണ്. വലിയ സിവിയർ പെയിൻ ഉള്ള ആൾക്കാർ ഈ ഒരു ആസനം ചെയ്യരുത്. ഓക്കെ, അപ്പൊ എന്തായാലും നമസ്കാരം. അടുത്തൊരു ആസനവുമായി മറ്റൊരു വീഡിയോയിലേക്ക് വരാം.